സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം വളരെ വ്യത്യസ്തതയുള്ള ജീവിതാനുഭവമായിട്ട് പ്രിയപ്പെട്ട റെൻസൺ പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നിൻ്റെ ദാസനിലൂടെ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് അവിടുത്തെ മഹത്വം വെളിപ്പെടുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. പ്രത്യേകമായി ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻകാര്യങ്ങളെ അവിടുന്ന് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവ മഹത്വം അവിടുത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും പാസ്റ്റർ റെൻസൺ ജോസാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ റെൻസൺ പാസ്റ്ററെ ആസാദിയുടെ വി വിറ്റ്നസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററെ കുറിച്ച് ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടു. എന്നോട് പറഞ്ഞ് ആസാദിയിൽ ടെസ്റ്റ് മണി ഒന്ന് കൊണ്ടുവരണം, നല്ലൊരു ജീവിതാനുഭവമാണ്. അതിനുശേഷമാണ് ഞാൻ ശരിക്കും പാസ്റ്ററുടെ ആ ഒരു വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കമൻറ്റ് ആദ്യം തന്നെ പറയുകയാണ്, ദൈവം പെട്ടെന്ന് അല്ലേ നമുക്കൊരു എക്സ്പോഷർ തന്നു, നമ്മുടെ വീഡിയോകൾ പെട്ടെന്ന് വൈറലായി തീർന്നു. അതൊരു കർത്താവൊന്ന് തൊട്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണോ പാസ്റ്ററെ? തീർച്ചയായിട്ടും പാസ്റ്ററെ, ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലുകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. പാസ്റ്ററെ, ഞാനങ്ങനെ പറയാൻ കാരണം എനിക്ക് ജീവിതാനുഭവം ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാനും യൂട്യൂബിൽ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു ആളാണ്. 2008 നമ്മുടെ ചാനൽ, ആദ്യത്തെ ചാനൽ നമ്മൾ തുടങ്ങുന്നത്. ഒരു 17-18 വർഷമാകുന്നു ശരിക്കും നമ്മൾ ആദ്യം യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. പക്ഷേ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഉറങ്ങിക്കിടന്ന ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ 4 വർഷം കൊണ്ടാണ് ദൈവം തന്ന ഒരു എക്സ്പാൻഷൻ, ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടത്. അപ്പം ഞാൻ പഠിച്ചൊരു പാഠം, നമ്മൾ വർഷങ്ങൾ ദൈവത്തിൻ്റെ ഒളിവിടത്തിൽ, ദൈവത്തിൻ്റെ മറവിടത്തിൽ മറഞ്ഞിരുന്നിട്ട് ഒരു ദിവസം ഏലിയാവിനെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന പോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും പുറത്ത് കൊണ്ടിരുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് പറയാനാണ് ഈ ആരംഭത്തിൽ തന്നെ തോന്നുന്നത്. പാസ്റ്റർ പത്തനംതിട്ടക്കാരനാണോ? ഞാൻ പാസ്റ്ററെ പത്തനംതിട്ട ടൗണിനരികിലുള്ള 3 കിലോമീറ്റർ അടുത്തുള്ള പുത്തൻപിടി എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ സ്വദേശം. അല്ലേ? അതെ, ഞാൻ അവിടെ തന്നെയാണ്. ഈ ഓമല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് അടൂർക്ക് പോകുന്ന ആ റൂട്ട്. അതെ, ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം, അത് എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലമാണ്. അതിന്റെ അടുത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ശരി. ഒരു ആത്മീക ശുശ്രൂഷയിലേക്ക് വന്നിട്ട് എത്ര നാളുകളായി? ആത്മീക ശുശ്രൂഷയിലേക്ക് വന്നിട്ട് ഏകദേശം 28ഓളം വർഷമാവുന്നുണ്ട്. 28. ദൈവത്തിന് സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, 28 വർഷം മുമ്പ് ശുശ്രൂഷയിൽ ഇറങ്ങിയെങ്കിൽ ഈ കുറേ നാളുകളാണ് ഒരു പ്രത്യേക രീതിയിൽ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എൻ്റെ അനുഭവം അതാ പാസ്റ്റർ. 25 വർഷം എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ചർച്ചിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരൊക്കെ സെൻട്രൽ പാസ്റ്ററായി, ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം 25 വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു ഒളിവിടം ഉണ്ടായിരുന്നത് പോലെ എനിക്ക് തോന്നുന്നു പാസ്റ്ററുടെ ജീവിതത്തിലും 28 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ദൈവം ഭയങ്കര ബ്രേക്ക് ത്രൂ തന്നു. ആ സാക്ഷിയൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്നത് അനേകർക്ക് അനുഗ്രഹമായി തീരും. കാരണം കർത്താവിൻ്റെ വാഗ്ദത്തമുള്ള വിളിയുള്ള അനേകർ, എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന അനേകർ. പാസ്റ്റർ, ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, സാത്താൻ എന്നെ ഒതുക്കിയതാണോ എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, ഏത് കരമാണ് ഞങ്ങളുടെ പാസ്റ്റർ ശുശ്രൂഷയെ ഒതുക്കുന്നത്, അതിനെ പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരണമെന്ന്. പക്ഷേ ഒരിക്കൽ ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സാത്താനല്ല നിന്നെ ഒതുക്കിയത്, ഈ കാലത്തേക്ക് ഞാൻ നിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ച പാഠമാണ് കേട്ടോ. നല്ലൊരു അനുഭവം കേൾക്കാൻ പോയി. ആദ്യമായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പാസ്റ്റർക്ക് പശ്ചാത്തലം, മാതാപിതാക്കൾ, പാസ്റ്റർ കുടുംബം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പാസ്റ്ററെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാം, അതിനുശേഷം നമുക്ക് ജീവിതാനുഭവങ്ങൾ കേൾക്കാം.
ഫസ്റ്റ് ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ പിതാവിന്റെ പേര് ജോസ്, മമ്മി കുഞ്ഞുമോൾ. എൻ്റെ വൈഫ് ആൻസി എബ്രഹാം എന്നാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ തന്നെ ഒരു ബൈബിൾ കോളേജിലെ ഒരു ഗ്രാജുവേറ്റ് ആണ് എൻ്റെ വൈഫ്. 2 കുഞ്ഞുങ്ങളാണ്. മൂത്തയാള് എപ്പഫ്രാസ് 12 വയസ്സ്, ഇളയാള് രുഹമ്മ റെൻസൻ 6 വയസ്സ്. ഒരാള് 5ാം ക്ലാസ്സിലും ഒരാൾ UKG പഠിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരണം. ഓർത്തഡോക്സ് പശ്ചാത്തലം അല്ലേ? അതെ, ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക്. എനിക്കൊന്ന് പത്തനംതിട്ടയിൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ പ്രക്കാനമൊക്കെ ഒരു ഓർത്തഡോക്സ് ഏറിയ എന്ന് തോന്നില്ലയോ? അതെ, പ്രക്കാനം, പുത്തൻപീടിക ഈ സ്ഥലങ്ങളിലൊക്കെ ഓമലൂർ ഓർത്തഡോക്സ് വലിയ പള്ളി, പുത്തൻപീടിക ഓർത്തഡോക്സ് വലിയ പള്ളി, ഇതെല്ലാം അറിയപ്പെടുന്ന പുരാതനമായ ഓർത്തഡോക്സ് പള്ളികളാണ്. അവിടെ നിന്നൊക്കെ ആൾക്കാർ വിശ്വാസത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ദൈവം ഒരുപാട് ബദ്ധപ്പാടുകൾ സഹിച്ചായിരിക്കും ഞങ്ങളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാം കേൾക്കണം പാസ്റ്റർ, നമുക്ക് കേൾക്കണം. എങ്ങനെയാണ് കർത്താവ് ഒരു പുതിയ വെളിച്ചത്തിലേക്ക്, ഒരു പുതിയ നിയമസഭയുടെ പാതയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്നത്, അതെല്ലാം കേൾക്കണം. ഇനി ഞാൻ അധികം ചോദ്യം ചോദിക്കത്തില്ല, പാസ്റ്റർക്ക് തന്നെ പറയാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പ്രഷർക്ക് വേണ്ടി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. അതെ, ശരി പാസ്റ്റർ, കണ്ടിന്യൂ ചെയ്യാം. ഞാൻ 1987 മാർച്ച് 1-ാം തീയതിയാണ് ജനിക്കുന്നത്. പത്തനംതിട്ടയിലെ പുത്തൻപീടി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് 2 ഓർത്തഡോക്സ് പള്ളിയും 2 കത്തോലിക്ക പള്ളിയുമുള്ള ഏകദേശം 2-3 കിലോമീറ്റർ ചുറ്റളവിൽ പെന്തക്കോസ്ത് വിശ്വാസികളൊന്നുമില്ലാത്ത എല്ലാം കത്തോലിക്കരും ഓർത്തഡോക്സുകാരും മാത്രമുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തൊന്നും ഈ സുവിശേഷത്തിന് കാര്യമായ വേരോട്ടമൊന്നും ഇല്ലായിരുന്നു. ദൈവദാസന്മാർക്ക് വീടുകളിൽ കയറാനും ട്രാക്റ്റുകൾ കൊടുക്കാനും ഒക്കെ അനുമതികൾ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കുടുംബം. എല്ലാവരും പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഈ പരമ്പരാഗതമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒന്നു മാറി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തകർച്ചകൾ വരുന്നത്. ഒരു തകർച്ചകളല്ല, ഒന്നിലധികം തകർച്ചകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങി. എൻ്റെ പിതാവ് കടുത്ത മദ്യപാനത്തിലേക്ക് പോയി, കുടുംബ പ്രശ്നമായി. മമ്മിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മമ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ഏകദേശം 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഈ 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായതിന്റെ കാരണം തന്നെ എൻ്റെ പിതാവ് മമ്മിയുമായിട്ട് പിരിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് മമ്മി തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പൊ എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ പറഞ്ഞു കേട്ട അറിവനുസരിച്ച് 1.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഓർമ്മയുള്ള കാലങ്ങളിൽ ഞാൻ അമ്മയുടെ കൂടെ കിടന്നിട്ടില്ല. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പിതാവ് മദ്യപാനം. ഞങ്ങൾ ഓർത്തഡോക്സ് ആണെങ്കിൽ പോലും BJP എന്ന് പറയുന്ന BJPയുടെ ഓമല്ലൂർ അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ ഓമല്ലൂർ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ ഓമല്ലൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ പ്രവർത്തനങ്ങളിൽ പപ്പ സജീവമായി പോയി. മദ്യപാനം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ആർക്കും ചിന്തിക്കാം, അപ്പൻ ഇങ്ങനെ, അമ്മ ഇങ്ങനെ. അപ്പൊ ആ ഒരു ബാല്യകാലം എന്ന് പറയുന്നത് ഇന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളാണ്. ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, ഒരുപാട് നിരാശയുടെയും വേദനയുടെയും ദിവസങ്ങൾ. ഒത്തിരി തവണ മരണത്തെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും മദ്യപാനത്തിലേക്കും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും ഒന്നും ഞാൻ പോയിട്ടില്ല. അത് പോകാഞ്ഞതിന്റെ കാരണം അന്ന് എനിക്ക് ദൈവഭക്തി കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല, മദ്യമാണ് ഞങ്ങളുടെ ജീവിതത്തെ തകർത്തത്. അതുകൊണ്ട് മദ്യത്തെ വെറുത്തു. അങ്ങനെ കൊച്ചുപ്രായത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഒരു ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ചില ആൾക്കാർ കൂടി എൻ്റെ പപ്പായെ പ്രാർത്ഥനകൾക്കായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനയിൽ വെച്ച് യേശു കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്, ഇടപെടുന്ന ദൈവമാണെന്നൊക്കെ കേട്ടു. ഇപ്പം ഈ ഓർത്തഡോക്സിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ട് ആചാരങ്ങളും പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങളും അല്ലാതെ ഈ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമൊന്നുമില്ല. ദൈവം സംസാരിക്കുമെന്നോ ദൈവശബ്ദം ഉണ്ടെന്നോ ഇങ്ങനത്തെ യാതൊരു അനുഭവങ്ങളും ഈ ബാല്യകാലങ്ങളിലൊന്നും ഇല്ലായിരുന്നു. അപ്പം മാനസികമായ വല്ലാത്ത സംഘർഷം, ഉറക്കമില്ല, വിദ്യാഭ്യാസത്തെ ബാധിച്ചു, പഠിത്തം മൊത്തം പോയി, ആരോഗ്യം ആയി. കാരണം മിക്ക ദിവസങ്ങളും പട്ടിണിയും ബുദ്ധിമുട്ടുമാണ്. കാരണം ഒരു മദ്യപാനിയുടെ വീട് എന്താണെന്നുള്ളത് ആർക്കും ചിന്തിക്കാം. പക്ഷെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഒരു നല്ല പുരാതന കുടുംബമായിരുന്നു. പക്ഷെ എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുന്നത്. ആ ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ഈ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ കിടന്നിരുന്ന പഴയ കട്ടിലിന്റെ സമീപത്ത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ മുട്ടയിരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച യേശുവേ,
അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച എൻ്റെ തോളത്ത് തട്ടും, എൻ്റെ അടുത്ത് ഇറങ്ങി വരും ദൈവം. പക്ഷെ ഞാൻ പ്രതീക്ഷ പോലൊന്നും സംഭവിച്ചില്ല. പക്ഷെ സംഭവിച്ചൊരു കാര്യമുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. കണ്ട സ്വപ്നം എന്ന് പറയുന്നത് അത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്വപ്നങ്ങളാണ്. അന്നും ഇന്നും ഈ ദൈവിക ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയുമാണ് ഏറ്റവും കൂടുതൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, കാരണം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലാണ് ശുശ്രൂഷിക്കുന്നത്. ഏകദേശം 120 പേരോളം ഇന്ന് ആൾക്കാർ ഇന്ന് ആരാധനയ്ക്കുണ്ട്. അപ്പം എല്ലാവർക്കും എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അന്നും ഇന്നും ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ദൈവം എന്നെ സ്വപ്നത്തിൽ കാണിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഗിഫ്റ്റ് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ദൈവം എനിക്ക് തന്നു. കാരണം അന്ന് ഒത്തിരി ഞാൻ ദൈവത്തെ സ്നേഹിച്ചു. കാരണം സ്നേഹം കിട്ടാത്ത ഒരവസ്ഥ എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അപ്പനില്ല, അമ്മയില്ല. ആ ഒരു സമയത്ത് എവിടെയെങ്കിലും ഈ ഈ ഈ ഹൃദയത്തിന്റെ വേദന ഒന്ന് ഇറക്കി വെക്കണമല്ലോ, ഈ സ്നേഹം എവിടെയെങ്കിലും ഒന്ന് പങ്കിടണമല്ലോ. അപ്പൊ അതിനാണ് ശരിക്കും കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങിയത്. അപ്പം അങ്ങനെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം അത് അതുപോലെ കൃത്യമായിട്ട് സംഭവിച്ചു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. പിന്നീട് സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ദൈവം എന്നെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഞാൻ ആരംഭകാലങ്ങളിൽ എത്തുന്നത്. പിന്നീട് ഈ 2001 വരുമ്പോൾ 97 ഞങ്ങള് പത്തനംതിട്ട ചർച്ച് ഓഫ് ഗോഡ് ടൗൺ ചർച്ച് എന്ന് പറയുന്ന ദൈവസഭയിൽ ആരാധനയ്ക്കായിട്ട് കുറച്ച് പേര് വിളിച്ചുകൊണ്ടുപോയി. പക്ഷെ അന്ന് ഞങ്ങള് സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, സ്നാനത്തെ കുറിച്ച് അറിയത്തില്ല. പള്ളിയിലും പോകും, പെന്തിക്കോസിലും പോകും, ഇങ്ങനെ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2001 ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ സംഭവമാണ് ശരിക്കും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പത്തനാപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൈവദാസന്മാരുമുണ്ട്. അവിടെ എൻ്റെ പപ്പയുണ്ട്, എൻ്റെ വല്യപ്പച്ചനുണ്ട്, എൻ്റെ വല്യമ്മച്ചിയുണ്ട്, ഞാനുണ്ട്. എൻ്റെ മമ്മി ആ സമയത്ത് ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ അങ്ങനെ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് പരിശുദ്ധാത്മ ശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇത് പരിശുദ്ധാത്മ ശക്തിയാണെന്നോ ഞാൻ പറഞ്ഞ അന്യഭാഷയാണെന്നോ ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എവിടെ ശുശ്രൂഷിച്ചാലും ഞാൻ പറയും കൊർനെല്ലിയോസും എൻ്റെ കുടുംബവും ഏകദേശം ഒരുപോലാണെന്ന്. കാരണം കൊർനെല്ലിയോസ് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചതിന് ശേഷം സ്നാനപ്പെട്ട ഒരാളാണ്. ഞാനും പരിശുദ്ധാത്മ ശക്തി കിട്ടിയതിന് ശേഷം സ്നാനപ്പെട്ട ഒരാളാണ്. അപ്പം ഇത് പരിശുദ്ധാത്മ ശക്തിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ അകത്തെ വേദനകളും ഭാരങ്ങളും എല്ലാം പോയി. ഞാൻ ദൈവശക്തിയാൽ നിറയപ്പെട്ടു. അവിടെ കൂടിയിരുന്നവരിൽ ചിലർ എന്നോട് പ്രവചനാത്മാവിൽ നീ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഒരു വിളിയുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നത്. അതിനുശേഷം പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ പഠിച്ചത് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലാണ് 2003 മുതൽ 2007 വരെ. ആ ഒരു പഠനത്തിന് ശേഷമാണ് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 2007 മുതൽ 2011 വരെ ദൈവവചനം പഠിക്കാനായിട്ട് പോയി. അപ്പം ആ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വീടിൻ്റെ സാമ്പത്തികമായ അവസ്ഥ എന്ന് പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ പഠിക്കാൻ നല്ല ടോപ്പായിരുന്നു. കാരണം ഞാൻ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോൾ നഷ്ടപ്പെട്ട എൻ്റെ വിദ്യാഭ്യാസം തിരിച്ച് ദൈവം തന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് 90% മാർക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഹയർ സ്റ്റഡിക്ക് പോകാനായിട്ട് ഇരിക്കുമ്പോൾ രാത്രിയിൽ ശക്തമായ ദൈവിക ഇടപെടൽ എനിക്കുണ്ടായി. നീ എൻ്റെ വേല ചെയ്യണം, നീ എൻ്റെ വേല ചെയ്യണം, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇത് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുന്നു. ഇങ്ങനെ ഭയങ്കരമായ ദൈവിക ഇടപെടലുണ്ടായി. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഇതിന് തൊട്ട് മുൻപേ തന്നെ എൻ്റെ മാതാവും മടങ്ങി വന്നിരുന്നു. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചു. 2011 മുതൽ ഈ 2026 ഇന്ന് വരെ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇതാണ് ശരിക്കും എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് പല നിർണായകമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ വഴിയെ ഞാനത് പറയാം. അതെ പാസ്റ്ററെ, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിത സാഹചര്യം അല്ലേ? അതെ, ഹൃദയത്തിൽ വേദനയൊക്കെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ പോയി. മാതാവ് തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും നിങ്ങളെല്ലാം വിശ്വാസത്തിൽ വന്നു. അതെ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മമ്മി വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മമ്മി ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളായിരുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് ആണെങ്കിലും മമ്മി മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്.
അപ്പം ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് മമ്മിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മമ്മി വീട്ടിൽ നിന്ന് പോയിട്ട് മമ്മി ധാരാളം പ്രാർത്ഥനകളിൽ സംബന്ധിക്കുമായിരുന്നു. അന്ന് പാസ്റ്റർമാരെന്നല്ലല്ലോ പറയുന്നത്, അന്ന് ഉപദേശിമാരെന്നാണ്. അപ്പം ഈ ഉപദേശിമാരുടെ പ്രാർത്ഥനകൾക്ക് പോകുമായിരുന്നു. അപ്പൊ ഈ ഉപദേശിമാര് തലയിൽ കൈവച്ച് ദൈവാലോചന പറഞ്ഞ് അങ്ങനെ മമ്മി ഒത്തിരി ദൈവകൃപയിൽ ബലപ്പെട്ടു. അല്ലെങ്കിൽ ഈ 10 വർഷമൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരൊക്കെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞ പാസ്റ്ററെ, എനിക്ക് തോന്നുന്നത് മമ്മി വീട്ടിൽ പോയി പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് മറുഭാഗത്ത് നിങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, പടിപടിയായി നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലേ? മമ്മിയുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടിയും കൂടിയാണത്. തീർച്ചയായിട്ടും ദൈവദാസനെ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ റോൾ മോഡൽ ആക്കിയിരിക്കുന്ന എൻ്റെ മമ്മിയാണ്. കാരണം എൻ്റെ മമ്മി ഒരുപാട് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരു മാതാവായിരുന്നു. ഒരുപക്ഷെ ആ ഒരു കണ്ണുനീരായിരിക്കാം എന്നെയൊക്കെ ഇങ്ങനെ സുവിശേഷ വേലയിലേക്ക് എത്തിച്ചത്, നിർത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മമ്മയുടെ സൈഡിൽ നിന്ന്. അതെ, സാധാരണ ഞാൻ ഈ കമൻറ്റുകൾ പടുന്നത് ലാസ്റ്റിലാണ്. പക്ഷേ ഇടയ്ക്ക് തന്നെ പ്രേക്ഷകരോട് പറയാം, നിങ്ങൾക്ക് സമാനമാകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സഹോദരിമാർ, ഭർത്താക്കന്മാർ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിശ്വാസമാർഗത്തിലല്ലാതെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാലത്ത് പലപ്പോഴും ആളുകൾ വേർപിരിയാനും ഉപേക്ഷിച്ചിട്ട് പോകാനും ഓടിപ്പോകാനും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ പഴയ കാലത്തെ അമ്മമാർ അങ്ങനല്ല, അവർ പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തെ നേടിയവരാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തെ നേടുവാൻ, വിശ്വാസത്താൽ നേടുവാനുള്ള ഒരു കാരണമായി തീരും. പ്രാർത്ഥന നിർത്തണ്ട. പാസ്റ്റർ സാക്ഷ്യം നമുക്ക് ബാക്കി കേൾക്കാം, പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാസ്റ്ററെ. അത് ഞാൻ എല്ലാവരിലേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പാസ്റ്ററെ. അത് 2016 എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 2016, അതായത് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. 2014 ഞാൻ വിവാഹിതനായി. എനിക്ക് 2 കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തന്നു. ഈ ശുശ്രൂഷയിൽ നന്നായിട്ട് പോകുന്നു. ഞാൻ ഒരു സറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഈ ദൈവശാസ്ത്ര പഠനത്തിനായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, അറിയാവുന്നവർക്കറിയാം. അപ്പൊ ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങി. ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്, ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാം നന്നായിട്ട് പോവുകയാണ്. പക്ഷെ 2016 ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് ഞാൻ എല്ലായിടത്തും എല്ലാവരോടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര നിരാശ. ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ? നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ എന്തോ ഒരു മിസ്സിങ് ആയിട്ട്, ഇതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാനൊരു വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോയി. പക്ഷെ നമ്മളൊരു സഭയുടെ ശുശ്രൂഷകനാകുമ്പോൾ നമുക്കിത് പുറത്തുള്ള ആൾക്കാരോട് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ, നമ്മുടെ അകത്തൂടെ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പിന്മാറ്റത്തിലും പോയില്ല. അതിനെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു മിസ്സിങ്, സംതിങ് ഈസ് മിസ്സിങ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഒന്ന് ജീവിതത്തിൽ മിസ്സിങ് ആയി. അപ്പൊ ഞാൻ ഇത് കണ്ടുപിടിക്കണമല്ലോ. ഞാനും വൈഫും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ ഉപവാസങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ വ്യക്തമായ ഒരു ദൈവശബ്ദം കേട്ടു. ശരിക്കും ആ ഒരു ദൈവശബ്ദമാണ് എന്നെ ഇപ്പോൾ ഈ ഒരു ചാനലിൽ സാക്ഷ്യം പറയാൻ പോലും കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. നീ എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലല്ല ജീവിക്കുന്നത്. അതെനിക്ക് ആദ്യം അത് മനസ്സിലാക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ദൈവവചനം പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്, 2001 അഭിഷേകം പ്രാപിച്ചാണ്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ദർശനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലല്ല ഞാൻ പോകുന്നതെന്ന് ഞാൻ കേട്ട ദൈവശബ്ദം, അത് എനിക്ക് ആദ്യം അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കാൻ തുടങ്ങി, ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു ആത്മീക രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്: നമ്മളുടെ ജീവിതം ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു പോകണം. അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു ഹിതം നിവർത്തിക്കപ്പെടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടു പോകണം. പല സമയത്തും നമ്മുടെ ഇടയിൽ ആളുകൾക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ അന്യഭാഷ പ്രാപിച്ചതാണോ? ആണ്.
ആത്മശക്തി പ്രാപിച്ചാണോ? ആണ്. ഓക്കെ. ഇപ്പൊ ഉണ്ടോ എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. പണ്ടുള്ളതിന്റെ ആ ഒരു ബലത്തിൽ നമ്മൾ ഇന്നും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അപ്പോസ്തല പ്രവൃത്തികളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടുകളെ തകിടം മറിച്ചത്. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. 4-ാം അധ്യായത്തിൽ അവർ വീണ്ടും കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം പ്രസംഗിക്കുന്നു. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കുന്നു. ഇപ്പം ഈ ആത്മനിറവിന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു അനുഭവം, അതാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. എനിക്കില്ലാതെ പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കത് അന്നില്ലായിരുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശരിക്കും പിന്നീടുള്ള ചില നാളുകൾ ദൈവം എന്നെ പണിയുകയായിരുന്നു. അതായത് എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ തെറ്റുകൾ, പാപങ്ങൾ, നമ്മൾ അത്ര വലിയ സോക്കോൾഡ് സിന്നുകളൊന്നും ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. പക്ഷേ കോപ സ്വഭാവങ്ങൾ, ജീവിതത്തിൽ മാനസാന്തരം ആവശ്യമുള്ള മേഖലകൾ, ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചധികം നാളുകൾ എൻ്റെ ജീവിതത്തിൽ ഇത് തുടർന്നു. അപ്പൊ ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, ഞാൻ ഇത്ര മഹാപാപിയാണോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ദൈവം എന്നോട് സംസാരിച്ചത് എൻ്റെ കുറവുകളാണ്. ഏറ്റവും കൂടുതൽ ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയത് എൻ്റെ കുറവുകളാണ്. അപ്പൊ നമ്മൾ പല സമയത്തും ഈ മറ്റുള്ള ലോകമനുഷ്യരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ നീതിമാന്മാരാണ്, നമ്മൾ നല്ലവരാണ്. അപ്പം ഇങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് ഏറ്റവും കൂടുതൽ എൻ്റെ കുറവുകൾ എന്നോട് സംസാരിച്ചു. ഞാൻ ആ മേഖലകളെല്ലാം ക്രമീകരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇത് എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾ ഇതിങ്ങനെ തുടർന്നു. ഏറ്റവും ഒടുവിൽ വ്യക്തമായ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. ഇത്രയും നാള് ഞാൻ നിന്നെ ഒരുക്കിയത് പാപത്തിൽ കിടക്കുന്ന അനേകരെ എൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. അതായത് വിശുദ്ധീകരണത്തിലേക്കും നിത്യതയിലേക്കും അനേകരെ കൊണ്ടുവരാനായിട്ടാണ്. എൻ്റെ ശുശ്രൂഷകളും പ്രസംഗങ്ങളും കേട്ടാൽ ഏറ്റവും അധികം ഞാൻ പ്രസംഗിക്കുന്നത് പാപത്തെക്കുറിച്ചാണ്, വിശുദ്ധിയെക്കുറിച്ചാണ്. കണ്ണുകളിലൂടെയുള്ള പാപം, അങ്ങനെയുള്ള വ്യത്യസ്തമായ പാപങ്ങൾ, പാപ സ്വഭാവങ്ങൾ, അതിനെ എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നിടത്തും അനേകർക്ക് പാപബോധം ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഒത്തിരി ചെറുപ്പക്കാർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനായിട്ട് തുടങ്ങി. അപ്പം ശരിക്കും അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമായിരുന്നു ഇത്രയും നാള് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. അതാണ് ഒരു 2016 മുതൽ 2018 വരെയുള്ള സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരുക്കപ്പെടാത്തിടത്തോളം കാലം നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടത്തില്ല. എല്ലാവർക്കും ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഒരുക്കപ്പെടണം. ഇങ്ങനെ ഒരു ഒരുക്കം, ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതിനുശേഷമാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ഈ ശുശ്രൂഷകളിലേക്കും ഈ ഒരു ഇന്ന് കാണുന്ന ഒരു ആത്മീക അനുഭവങ്ങളിലേക്കും ഞാൻ എത്തപ്പെട്ടത്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ്. അതെ പാസ്റ്ററെ. പാസ്റ്റർ, ആ ഒരു ചാനലിൽ പാസ്റ്ററുടെ വീഡിയോസ് വൈറലാകാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആ വിധത്തില് ഒരു 5 മാസമേ ആകും. ഒരു 5 മാസമാകുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം, ശുശ്രൂഷയ്ക്ക് ശേഷം എങ്ങനെയാണ് ആ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താ? പാസ്റ്ററെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പാപികളായ ഒരുപാട് പേര് എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്. അപ്പൊ ശരിക്കും ഞാൻ വ്യക്തമായ ദൈവശബ്ദം അതിനുശേഷം ഞാൻ കേൾക്കാൻ തുടങ്ങി. ഒരുപാട് ആത്മീക രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പാപത്തിൽ കിടക്കുന്ന വ്യക്തികളെ ദൈവകൃപയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ പിശാചിന്റെ നോട്ടം നമ്മുടെ നേരെയാകും. ആ സമയത്ത് നമ്മൾ ആഴമായ ഒരു വിശുദ്ധ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും. അതിനുവേണ്ടിയാണ് ദൈവം ശരിക്കും എന്നെ ഈ ഇത്രയും ശക്തമായ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരുക്കിക്കൊണ്ടുവരുന്നത്. ഞാൻ ചാനൽ തുടങ്ങുന്നത് 2025 ജൂൺ മാസം ലാസ്റ്റ്, ജൂലൈ ആ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 6 മാസം 7 മാസത്തിലധികമായിട്ടില്ല എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്
2024 ഡിസംബറിൽ ഒരു 21 ദിവസം ഉപവാസം ഞാനിരുന്നു. ഇനിയും പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഈ യൂട്യൂബിലൂടെ ദൈവവചനം പ്രസംഗിക്കുക, യൂട്യൂബിലൂടെ ദൈവവചനം അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന മറ്റെന്തോ ഉദ്ദേശത്തിലൂടെയാണ് അത് ചെയ്യുന്നതെന്നൊരു ചിന്താഗതി പൊതുവേ ഉണ്ട്. പക്ഷെ വ്യക്തമായി എന്നെ രാത്രിയിൽ ദൈവം ദർശനത്തിൽ കാണിച്ചു, നീ യൂട്യൂബിലൂടെ ദൈവവചനം പ്രസംഗിക്കണമെന്ന്. അങ്ങനെ തന്നെ എന്നെ എഴുതി കാണിച്ചു. അത് ഞാൻ കാണുന്ന എൻ്റെ ഉപവാസത്തിന്റെ 16ാമത്തെ ദിവസം രാത്രിയിലാണ്. കൃത്യമായി യൂട്യൂബ് ലോഗോ ഞാൻ കണ്ടു, യൂട്യൂബ് കണ്ടു. അതുകൊണ്ട് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും ഞാൻ ഒരു ദൈവവചന ശുശ്രൂഷ ഇടാറില്ല, ശ്രദ്ധിച്ചാലറിയാം. അങ്ങനെയാണ് ശരിക്കും ഇതിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അപ്പം അതിനു മുമ്പ് പല ദൈവദാസന്മാർ, നമുക്ക് ചർച്ച ഉണ്ട്, നമ്മൾ ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെ ഇങ്ങനെ നടക്കും. ഒരുപാട് ദൈവദാസന്മാര് എന്നോട് വന്ന് ദൈവാലോചന പറയുമായിരുന്നു, നിങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങളുടെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം കേൾക്കുന്നു. അപ്പം ഈ ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം കേൾക്കുക എന്ന് പറയുമ്പം നമ്മളൊരു കൺവെൻഷന് പ്രസംഗിച്ചാൽ ഒരു 500-600 പേരെ കിട്ടത്തുള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ എങ്ങനെ ദൈവവചനം കേൾക്കും? ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നു. അതിന്റെ ഒന്നും അർത്ഥം ശരിക്കും ദൈവദാസനെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം ഞാനത് മനസ്സിലാക്കിയാണ്. ദൈവം അതെല്ലാം റിവീൽ ചെയ്ത് ദൈവം അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതൊരു അത്ഭുതകരമായ സത്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതെ പാസ്റ്ററെ, ഞാൻ പാസ്റ്റർ ചാനലിൽ ശ്രദ്ധിച്ചത്, പാസ്റ്റർ ഇടുന്ന വീഡിയോകളെല്ലാം 3000, 4000, 5000 ഒരു ആവറേജ് ആളുകൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് വചനമാണ് പാസ്റ്റർ പറയുന്നത്. സാക്ഷ്യങ്ങളുടെ വീഡിയോ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കും. കാരണം സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുള്ള ജീവിതാനുഭവങ്ങൾ, സ്റ്റോറിയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ കാണും. പക്ഷേ ഒരു വചന ശുശ്രൂഷ ഇട്ടാൽ അത്രയും റെഗുലറായിട്ട് 1-2 വീഡിയോ ആളുകൾ കാണുന്ന പോലെ ഇടുന്ന വീഡിയോകളെല്ലാം 4000, 5000 റേഞ്ചിൽ ആളുകൾ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വീഡിയോകളെ കർത്താവ് ഉപയോഗിക്കുന്നു, അനേകർക്കത് ആശ്വാസമാകുന്നു. ചില വീഡിയോകളൊക്കെ 10,000, 30,000, 40,000 ഒക്കെ കണ്ട വീഡിയോകളുണ്ട്. എന്നാൽ ഒരു ആവറേജ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പലർക്കും അറിയത്തില്ല ഈ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്ന്. ഞാൻ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ 2008 തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഏറ്റവും വലിയൊരു പ്രേരണയത്. കാരണം ഇത് ഭാവിയിലെ സുവിശേഷീകരണത്തിൻ്റെ വേദിയാണെന്ന് 2008 ദൈവം എന്നോട് സംസാരിച്ചു. 2009 ഞാൻ ആദ്യമായിട്ട് ലൈവ് സ്ട്രീമിംഗ് തുടങ്ങുന്നത്. അന്ന് നമ്മുടെ പാസ്റ്റേഴ്സിനൊന്നും ലൈവ് സ്ട്രീമിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ല. 2009 ബാക്ക് ടു ബൈബിൾ TV എന്ന പേരിൽ ഞാനൊരു 24 hours സ്ട്രീം ചെയ്യുന്ന ഒരു ചാനലിൽ തുടങ്ങി. കുറേ നാൾ ഓടിച്ചു. എന്നെ കാണുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ഒരു കാലം വരും സാറ്റലൈറ്റ് TV ഒന്നും ആളുകൾ കാണത്തില്ല, ആളുകൾ കാണാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ആണെന്ന് 2009 ഞാൻ ആളുകളോട് പറയുമായിരുന്നു. പക്ഷേ ഇന്നത് അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. ഇന്ന് ഈ മിനിസ്ട്രിക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. ഈ ശരിക്കും പരസ്യയോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് പരസ്യയോഗം നടത്തുന്നത് യൂട്യൂബിലൂടെയാണ്. പണ്ടത്തെ കാലത്ത് വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്ന പരസ്യയോഗങ്ങളായിരുന്നു പരസ്യയോഗങ്ങൾ. ഇന്ന് പൊതുസ്ഥലം, ചന്തസ്ഥലം എന്നൊക്കെ പറയുന്നത് യൂട്യൂബാണ്. കാരണം കടൽ പോലെയുള്ള ഒത്തിരി ആളുകൾ വന്ന് കയറി ഇറങ്ങിപ്പോകുന്ന വീഡിയോകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഈ ഗോസ്പൽ ഷെയർ ചെയ്യുന്നത്. എത്രയോ ആളുകളെ അത് സ്വാധീനിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് സുവിശേഷകനായ ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത വീട്ടുകളിൽ പോലും ഈ സുവിശേഷം അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ അകത്ത് അവൻ്റെ മുമ്പിൽ ചെല്ലുന്നു. അവൻ അനുവദിച്ചിട്ടൊന്നുമല്ല. യൂട്യൂബിന് ഈ സജഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ പുള്ളിക്കും കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് ഒരുത്തിനെ രക്ഷിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ അവൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ വീഡിയോ പോപ്പപ്പ് ചെയ്ത് വരും. നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം അതിൻ്റെ ഒരു ഡെമോഗ്രഫി അനുസരിച്ച് ആസാദി മലയാളം ചാനൽ ഒരു 70 രാജ്യങ്ങളിൽ പോകുന്നുണ്ട് ഒരു മാസം. പാസ്റ്റർ, ഈ പറഞ്ഞതുമായിട്ട് ചേർത്ത് എനിക്ക് കുറച്ചധികം അനുഭവങ്ങളുണ്ട്. അതായത് എന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. കൃത്യമായി അവരെന്താഗ്രഹിക്കുന്നോ അതേ മെസ്സേജുകളാണ് അവരിലേക്ക് എത്തുന്നത്. എനിക്ക് ആദ്യം അത് അത്ഭുതമായിട്ട് തോന്നുമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ ഒരു പ്രവൃത്തിയാണ് ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് പാല, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, തൊടുപുഴ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് ദൈവവചന ശുശ്രൂഷ കേൾക്കുകയാണ്. പേഴ്സണലി ഒത്തിരി പേര് എന്നോട് വിളിക്കാറുണ്ട്.
ഒരു ദിവസം വീഡിയോ, ഞാൻ അങ്ങനെ വീഡിയോ ഇടാതിരിക്കാറില്ല, എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ഇടാതെ ഇരുന്നപ്പം എന്തുകൊണ്ടാണ് ഇടുന്നില്ല എന്ന് ചോദിച്ചു. പേഴ്സണലി അത് പാലാ, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട അവിടേക്കുള്ള കത്തോലിക്ക വിശ്വാസത്തിലുള്ള ആളുകൾ പോലും അവര് വീടുകളിൽ ഇരുന്നു കൊണ്ട് അവര് ദൈവവചനം കേൾക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കുടുംബം, അവര് ആ മെഡിക്കൽ കോളേജിന്റെ കിടക്കയിൽ കിടന്ന് ദൈവവചനം കേട്ട് അവര് രക്ഷിക്കപ്പെട്ടു. അവരെന്നെ വിളിച്ചു. ഭയങ്കര അത്ഭുതമല്ലേ? എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. പാപത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേര്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റത്തില്ലല്ലോ. പേഴ്സണലി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ലോകത്തിന്റെ വഴികളിൽ പോകുന്ന ഒരുപാട് പേര് ദൈവവചന സന്ദേശം കേട്ട് പാപബോധത്തിലേക്കും മാനസാന്തരത്തിലേക്കും മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ 2ാമത്തെ ദിവസം ഈ ചാനൽ നിർത്താൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ ഒരു ഭയങ്കരമായ ഒരു മാനസിക സമ്മർദ്ദം എനിക്കുണ്ടായി. 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 2ാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം. അപ്പം അത് നിർത്താനുള്ള കാരണം എന്ന് പറയുന്നത്, ദൈവമാണ് ഇത് തുടങ്ങിയതെങ്കിലും ഒരു വല്ലാത്ത നിരാശ എൻ്റെ ഹൃദയത്തിൽ കയറി. അപ്പൊ ഞാനത് ഇനി അടുത്ത ദിവസം ഉടനെ ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നപ്പോൾ എറണാകുളത്തു നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചു. ബ്രദർ ആണോ? ആണ്. ബ്രദറെ, ഞാൻ സൂയിസൈഡ് ചെയ്യാനിരുന്ന, പക്ഷെ ബ്രദറിന്റെ ടോക്ക് കേട്ടപ്പം എനിക്ക് തോന്നി എനിക്ക് ഇനി മരിക്കണ്ട, ബ്രദറിനെ രക്ഷിച്ച ദൈവം എന്നെയും രക്ഷിക്കും. എന്റെ മനസ്സിനകത്തു നിന്ന് എന്തോ ഒരു വേദന ഇറങ്ങിപ്പോയതുപോലെ തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കത് ഭയങ്കര മോട്ടിവേഷനായി. പിന്നെ ശരിക്കും നിർത്തുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം പിന്നിലുണ്ട്. കാരണം പല സമയത്ത് നമ്മൾ നിരാശപ്പെടുമ്പോൾ ഈ ആളുകൾ കാണുമ്പം യൂട്യൂബിൽ വീഡിയോകൾ ഇടുന്നു, ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതത്ര നിസ്സാരമായ സംഗതികളൊന്നുമല്ല. നമ്മുടെ ഫാമിലി അതിന്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ആഴ്ചകളോളം ഞാൻ പത്രം വായിക്കാതെ മറ്റൊരു കാര്യവും ചെയ്യാതെ ദൈവവചനവുമായിട്ട് ഇരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പം ശരിക്കും നമ്മൾ ബോധപൂർവം അങ്ങനെ ചെയ്യുന്നതല്ല, ദൈവം എന്നെ അങ്ങനെ ആക്കുന്നതാണ്. കാരണം ഞാൻ ഓരോ ദിവസവും പ്രസംഗിക്കാനുള്ളത് ദൈവം എൻ്റെ ഹൃദയത്തിൽ തരും. ഇന്ന് ഈ ഒരു സമയം വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് കൂടുതലും അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എല്ലാ മേഖലകളിലും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമുക്ക് സുവിശേഷത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനും കർത്താവിലേക്ക് കൊണ്ടുവരുവാനുമായിട്ടും കഴിയും. അതെ, എല്ലാ സാധ്യതകളും ഉപയോഗിക്കണം പാസ്റ്ററെ. നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് നമ്മുടെ പെന്റിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം പാപമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. ടി വി കാണുന്നത് പാപമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊരു ടി വി ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പാപ്പൻ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത് ഉപ്പാപ്പൻ അമേരിക്കയ്ക്ക് പോയപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നാട്ടിൽ കൊണ്ടുവച്ച ടി വിയാണ്. പക്ഷെ അത് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചില്ല. ഞങ്ങളുടെ കട്ടിലിൻ്റെ അടിയിൽ കയറ്റി വെച്ചേക്കുമായിരുന്നു. വർഷങ്ങൾ ഞങ്ങളുടെ കട്ടിലിൻ്റെ അടിയിൽ ആ ടി വി ഇരുന്നു, ഒരിക്കൽ പോലും ഉപയോഗിച്ചില്ല. കാരണം ആ കാലത്തിലെ പെന്റിക്കോസ്റ്റൽ പശ്ചാത്തലം അനുസരിച്ച് ടി വി കാണുന്ന പാപമാണ്. അപ്പോൾ ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞു വീട്ടിൽ ടി വി വെച്ച് പോയേക്കരുത്. വിഡ്ഢിപ്പെട്ടി എന്നൊക്കെ വിളിക്കുമായിരുന്നു, സാത്താൻ പെട്ടി എന്ന് വിളിക്കുമായിരുന്നു ടി വിയെ. പക്ഷേ ആ ടി വി മാധ്യമമാക്കി എത്രയോ പേർ സുവിശേഷം പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. അന്ന് റേഡിയോ ഓക്കെ ആയിരുന്നു, പക്ഷേ ടി വി ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് ഈ ഇൻ്റർനെറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇതും പാപമാണ്. പക്ഷേ ഇതിലൂടെയൊക്കെ അനേകർ കർത്താവിനെ സ്വീകരിക്കുന്നു. ഏതിനകത്ത് തിന്മയുണ്ട് പാസ്റ്റർ, പക്ഷെ നമ്മൾ തിന്മ കൈക്കൊള്ളണ്ട, നന്മ പിന്തുടർന്നാൽ മതി. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എടുക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് ചന്തസ്ഥലങ്ങളിലേക്ക് പോകുകയെന്ന്. അതായത് അപ്പോസ്തലനായ പൗലോസ് ചന്തസ്ഥലങ്ങളിലും ദിനംപ്രതി കണ്ടവരോടും സംസാരിച്ചു പോരുന്നു എന്നൊരു വചനം എന്നോട് സംസാരിച്ച വചനമാണ്. മാർക്കറ്റ് പ്ലേസ്. പൗലോസ് ഏതൻസിലൊക്കെ ആയിരിക്കുമ്പം തൻ്റെ ടീം തന്നോട് ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം പൗലോസ് എങ്ങനെയാണ് വിനിയോഗിച്ചത്? ചന്തസ്ഥലങ്ങളിലും ദിനംപ്രതി കണ്ടവരോടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ ദൈവാത്മാവ് ഞാനൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്ന മറുപടിയാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനൊരു പുതിയ വേലസ്ഥലം എടുത്തപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചതാണ്. അപ്പോൾ ഗോ ടു ദ സ്ട്രീറ്റ്സ്, മാർക്കറ്റ് പ്ലേസസ്, ഇത് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അന്ന് മുതൽ ഞാൻ വെളിയിലിറങ്ങി നടന്ന ആളുകളെ കാണാനും സംസാരിക്കാനും തുടങ്ങി. അതൊരു മെത്തേഡാണ്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ചന്തസ്ഥലം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചന്തസ്ഥലം, ഇന്നത്തെ മാർക്കറ്റ് പ്ലേസ് സോഷ്യൽ മീഡിയയുടെ വോളുകളാണ്.
സോ ഗോ ടു ദ മാർക്കറ്റ് പ്ലേസ്. നമ്മൾ സുവിശേഷം അറിയിക്കണമെങ്കിൽ പാപികൾ എത്തുന്നിടത്ത് ചെല്ലണം, അല്ലേ? തീർച്ചയായും. പള്ളിയിൽ സുവിശേഷം പറയാൻ പറ്റത്തില്ല പാസ്റ്ററെ, കാരണം പള്ളിയിൽ വരുന്നത്, ചർച്ചിൽ വരുന്നത് വിശുദ്ധന്മാരാ. പാപികളെ കാണണമെങ്കിൽ എവിടെ ചെല്ലണം? അവരെവിടെ വരുന്നത് അവിടെ ചെല്ലണം. അത് മാർക്കറ്റ് പ്ലേസാ, ചന്തസ്ഥലങ്ങളാ, അത് അവർ കൂടുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഈ പറഞ്ഞ പാപികൾ നിറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഭിത്തികളിൽ നമ്മൾ സുവിശേഷത്തിൻ്റെ ഭിത്തികളാക്കി മാറ്റണം. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. ഈ അടുത്ത സമയത്ത് നമ്മുടെ ആളുകളൊക്കെ അത് തിരിച്ചറിഞ്ഞു. ചർച്ചകളൊക്കെ ലൈവൊക്കെ തുടങ്ങി, ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങി. ഇനിയും പുതിയ വാതിലുകൾ തുറക്കുന്നുണ്ട്, ഇനിയും പുതിയ വാതിലുകൾ. ഇന്നലെ ഞാൻ രാത്രി മുഴുവൻ സ്വപ്നം കാണുമായിരുന്നു പാസ്റ്ററെ, ആവർത്തിച്ച് ഒരേ സ്വപ്നം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ മോനോട് പറഞ്ഞു, എൻ്റെ വൈഫിനോട് പറഞ്ഞു, ദൈവം ചിലത് സംസാരിക്കായിരുന്നു. രാത്രി മുഴുവൻ സ്വപ്നം കാണുക, ഒരേ സ്വപ്നം ആവർത്തിച്ച് കണ്ടുവരുന്നു. സ്വപ്നം കാണും, ഉണരും, പിന്നെയും ഉറങ്ങും, പിന്നെയും ഉണരും. ദൈവനോട് ഒത്തിരി സ്വപ്നങ്ങളിലൂടെ പാസ്റ്ററോട് പറഞ്ഞ പോലെ, പാസ്റ്ററുടെ അനുഭവം പോലെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുഴുവൻ കാണുന്ന സ്വപ്നം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്യുകയാണ് ഞാൻ സ്വപ്നത്തിൽ. എൻ്റെ ഒരു മെയിൻ പ്രോഗ്രാമാണ് പാഠഭേദം. എനിക്ക് പാഠഭേദത്തിലെ ആശയങ്ങൾ ദൈവമാണ് തരുന്നത്. അതെല്ലാവർക്കും മനസ്സിലാകത്തില്ല പാസ്റ്ററെ, കാരണം ആളുകൾ ചോദിക്കും, ഫിനി പാസ്റ്റർക്ക് ഈ പാഠഭേദമൊക്കെ ചെയ്തത് എന്താ കാര്യം? കാരണം എല്ലാവരുടെ വിളി അല്ലല്ലോ നമ്മുടെ വിളി. അവർ നമ്മളെ മറ്റു പാസ്റ്റേഴ്സുമായിട്ട് ചേർത്ത് ഒരുമിപ്പിക്കുമ്പോൾ അവരെ പോലല്ല ഞാൻ, എൻ്റെ വിളി വ്യത്യസ്തമാണ്. പക്ഷെ ദൈവം എന്നൊക്കെ ദർശനങ്ങളിലൂടെ പറയുന്നു ഇന്ന സബ്ജക്റ്റ് ചെയ്യണം. എൻ്റെ ഒരു അനുഭവമാണ്, വ്യക്തിപരമായ അനുഭവം. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വൈഫിനോടും മോനോടും പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്നു AI മാക്സിമം ഉപയോഗം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മാക്സിമം ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കണം ദൈവരാജ്യത്തിന് വേണ്ടി. AI സാത്താനാണ്, AI അന്തിക്രിസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കാതെ, അത് ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകുമ്പോൾ ആ ടെക്നോളജിയെ മാക്സിമം ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ദൈവരാജ്യത്തെ, ഈ സാത്താൻ്റെ ഭിത്തിയിൽ ദൈവരാജ്യത്തെ, നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വചനങ്ങളെ ഒട്ടിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ശരിയല്ലേ പാസ്റ്റർ പറഞ്ഞത്? പാസ്റ്ററെ, പാസ്റ്റർ ഈ പറഞ്ഞതുപോലെ ഞാൻ യൂട്യൂബിനെ ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരാളാണ്. അതാണ് സത്യം. അതെനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ കൊറോണയുടെ സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ആയതോടുകൂടി ഇവര് മൊബൈൽ ഫോണിന് അഡിക്റ്റഡായി. അപ്പം ഈ ഒരു അഡിക്റ്റഡ് ആയി കഴിഞ്ഞ ആ ഒരു സമയങ്ങളിൽ ഞാനും എൻ്റെ വൈഫും ഒന്നിച്ച് തീരുമാനിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇനി ഫോൺ ഉപയോഗിക്കരുത്. അങ്ങനെ ആ ഒരു കാലം കഴിഞ്ഞ് 1-2 വർഷങ്ങൾ മൊബൈൽ ഫോണിലെ ഒരു സോഷ്യൽ മീഡിയയിലും ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ഫേസ്ബുക്ക് ഉണ്ട്, കാരണം എൻ്റെ ബൈബിൾ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സും അവരും അങ്ങനെ കുറച്ചുള്ളത് കൊണ്ട്. യൂട്യൂബിലെ ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. യൂട്യൂബിലെ പാട്ട് പോലും ഞാൻ കേൾക്കാറില്ല. പരമാവധി സമയങ്ങൾ മൊബൈൽ ഫോൺ ഇല്ലാതെ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒഴിവായ കുറച്ച് വർഷങ്ങൾ, കുറച്ച് നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ശരിക്കും ആ ഒരു സമയത്താണ് നീ യൂട്യൂബിലൂടെ പ്രസംഗിക്കണമെന്ന് ദൈവം എന്നോട് പറയുന്നത്. എനിക്കത് അംഗീകരിക്കാൻ, എൻ്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ശരിക്കും ഡിസംബറിലാണ് ദൈവം സംസാരിക്കുന്നത്. ഞാൻ തുടങ്ങുന്നത് ജൂണിലാണ്. അതായത് പിന്നെ ഒരു 5 മാസത്തിന്റെ ഇടവേള അതിന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഈ 5 മാസത്തിന്റെ ഇടവേള ഉണ്ടായെന്നറിയോ? ഞാൻ പരമാവധി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നെ കാണുന്ന റോഡിൽ കൂടെ പോകുന്ന ദൈവദാസന്മാരല്ല എന്നോട് വന്നിട്ട് ദൈവാലോചന പറയുക, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആശയം തന്നിട്ടുണ്ട്, നിങ്ങളത് ചെയ്യണം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവത്തിന്റെ നിർബന്ധം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ നിർബന്ധം, ആ ഒരു നിർബന്ധം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഇല്ലേ, പൗലൂസ് പറയുകയാണ് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിർബന്ധത്തെ നമ്മളത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷ മാറുമെന്നുള്ളതാണ് സത്യം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്താൻ, നമ്മുടെ ആ കോളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിയാൽ നമ്മുടെ ജീവിതം പരിപൂർണമായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചു. ജനുവരി ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, പിന്നെ ഫെബ്രുവരി ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. അപ്പൊ എൻ്റെ വൈഫ് എന്നോട് പറയുന്നുണ്ട്. അപ്പൊ വൈഫ് കുറച്ച് സുവിശേഷത്തിന്റെ ആത്മഭാരവും സുവിശേഷ വേലയ്ക്ക് തീവ്രതയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ പാസ്റ്റർ ഈ ആരംഭത്തിൽ പറഞ്ഞു, ഫിന്നി പാസ്റ്ററുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് ദൈവമേ, അത് വെളിപ്പെടുത്തണേ എന്നാ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ പ്രാർത്ഥിച്ചത് എൻ്റെ വൈഫാണ്. കർത്താവെ, എന്താണ് തടസ്സം? അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമായിട്ട് ഞാനത് ചെയ്യാതെ
വേണ്ടാന്ന് വെച്ച്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുറച്ച് മുൻവിധി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഇതിനെ ഭയങ്കര, കാരണം ഈ യൂട്യൂബ് പാപം പാപം പാപം, ഇതാണ് നമ്മുടെ ഈ അകത്ത് കിടക്കുന്ന സംഭവം. അത് ദൈവം ചിലപ്പോൾ നേരിട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ ഇത് മാറ്റാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അപ്പൊ ശരിക്കും ഇതുകൊണ്ട് തന്നെയാണ്. പക്ഷെ സംഭവിച്ചത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആയതോടുകൂടി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ അകത്തുനിന്നൊരു പ്രേരണ, നീ എന്തുകൊണ്ട് വചനം പ്രസംഗിക്കുന്നില്ല, നീ എന്തുകൊണ്ട് വചനം പ്രസംഗിക്കുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചോളാം, ഞാൻ ഇതിൽ പ്രസംഗിക്കത്തില്ല, കാരണം എനിക്കിതിനോട് താല്പര്യം. പക്ഷെ ദൈവം ഭയങ്കരമായ ആശയങ്ങൾ എൻ്റെ ഈ അകത്തേക്ക് കുത്തി നിറയ്ക്കുകയാണ്. നിനക്ക് ഞാൻ വചനം തരാം, നീ അത് പ്രസംഗിക്കുക. ശരിക്കും ഞാൻ ഈ ഒരു ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ആശയങ്ങൾ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാമായിരിക്കും, ഞാൻ ദൈവവചനത്തിലല്ലാത്ത ഒരു കാര്യം പ്രസംഗിക്കാറില്ല. ഒരു അനുഭവം പറയണമെങ്കിൽ പോലും അതിനെ കൊണ്ടുവരാൻ ഒരു വചനാടിസ്ഥാനത്തിൽ മാത്രമേ ഞാനത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ പബ്ലിക്കലി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിക്കും ഈ ഒരു ദൈവവചനത്തിന്റെ ആ ഒരു വെളിപ്പാടെന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് ദൈവം ഇറക്കാനായിട്ട് തുടങ്ങി. അത് കേൾക്കുന്നവരിൽ അത് രൂപാന്തരം ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ട്രാൻസ്ഫോർമേഷനാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ മുൻവിധികൾ പല സമയത്തും ഒരു ദൈവിക ഇടപെടലിന് തടസ്സമായിട്ട് പലപ്പോഴും നിൽക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള ആളുകൾ പോലും ഈ ഒരു സമൂഹ മാധ്യമത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവനെ പോലും അവർ ഒരു പരിധിവരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സത്യാവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ദൈവം അതിനെ തന്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വിമർശിക്കുക എന്നല്ല പാസ്റ്ററെ, ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം പറയാനിരിക്കുന്ന ടെസ്റ്റിമണിയാണ്. പക്ഷേ ഇച്ചിരി നേരത്തെ ഇപ്പം അങ്ങ് പറയുക, എന്നോട് ഇപ്പോൾ സുവിശേഷവേലയൊക്കെ നിർത്തി ഇതാണോ പരിപാടി എന്ന് ചോദിച്ചവരുണ്ട്. എന്താ പറയേണ്ടത്? ഒരു മുൻവിധി, അറിവില്ലായ്മ എന്നൊക്കെ പറയുമ്പം നമ്മളും ഇതിലൊന്നും വ്യത്യസ്തരല്ലായിരുന്നു. പക്ഷെ ദൈവം നമുക്കത് മനസ്സിലാക്കി തന്നു. എങ്ങനെയാണ് ദൈവരാജ്യത്തെ ഉപയോഗിക്കേണ്ടത്, വർദ്ധിക്കേണ്ടത്, ദൈവരാജ്യം വളരേണ്ടത്, ഇത് പരിശുദ്ധാത്മ മനസ്സിലാക്കി തന്നു. എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പറയാം പാസ്റ്ററെ. ഈ ദാവീദ് യുദ്ധത്തിന് പോകുമ്പോൾ, ഗോലിയാത്തിനെതിരെ പോകുമ്പോൾ ശൗല് പറഞ്ഞു ശൗലിൻ്റെ ആയുധങ്ങൾ എടുക്കാൻ പറഞ്ഞു. അതെല്ലാം എടുക്കാൻ നോക്കിയിട്ടും ദാവീദിന് പറ്റത്തില്ല, പാകമല്ല എന്ന് പറഞ്ഞാൽ എടുത്താൽ പൊങ്ങുന്നില്ലെന്ന് അർത്ഥം അല്ലേ? അതങ്ങ് തിരിച്ചു കൊടുത്തു. ശൗലിൻ്റെ ആയുധങ്ങൾ ദാവീദിന് പാകമല്ലായിരുന്നു. ദാവീദിനത് ഹിന്ദി ഭാരി എന്ന് പറയും, വെയിറ്റ് കൂടുതലാണ്, എടുത്താൽ പൊങ്ങുന്നില്ല. പക്ഷേ അതേ ദാവീദ് വീണുപോയ ഗോലിയാത്തിൻ്റെ വാളെടുത്ത് അവനെ വെട്ടിയത്. എന്താണെങ്കിലും ശൗലിൻ്റെ വാളിനെക്കാട്ടിലും വെയിറ്റ് കൂടുതലുണ്ട് ഗോലിയാത്തിൻ്റെ വാളിനല്ലേ? തീർച്ചയായിട്ടും അതെ. പിന്നെ എന്തുകൊണ്ടാണ് പക്ഷേ അത് എടുത്തപ്പോൾ പൊങ്ങിയത്? ഇങ്ങനെയാ ദൈവരാജ്യം ഫങ്ഷൻ ചെയ്യുന്നത്. ശൗലിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ട പഴയ വാളിനെക്കാട്ടിലും ദാവീദ് ഉപയോഗിച്ചത് ശത്രുവിൻ്റെ ആയുധത്തെ അവനെതിരെയായിട്ട് ഉപയോഗിച്ചത്. ഈ സോഷ്യൽ മീഡിയയും ഈ ടി വിയും ഇതെല്ലാം ശത്രു ഉപയോഗിക്കുന്ന ആയുധമാണ്. പക്ഷെ അതിനെ എടുത്തു പൊക്കി അവനെതിരെ ഉപയോഗിക്കാൻ ഒരു അസാധാരണ അഭിഷേകം ദാവീദിനെ പോലെ ഈ തലമുറയിൽ ഉണ്ടാകണം. നമ്മൾ ഉപയോഗിക്കുന്നത് ശത്രുവിൻ്റെ ആയുധത്തെയാണ്. ശൗലിൻ്റെ നഷ്ടപ്പെട്ട അഭിഷേകമുള്ള പരിചയം വാളും എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ശത്രു എന്തായുധം ഉപയോഗിക്കുന്നു അത് അതിശക്തിയോടെ അവനെതിരെ തിരിച്ചുപയോഗിക്കണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ അനോയിൻറ്റിങ് എന്നുള്ള പേര്. പാസ്റ്ററുടെ ജീവിതാനുഭവം പറഞ്ഞു, അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉള്ള ഒരു തിരിച്ചറിവ്. പാസ്റ്റർ എൻ്റെ ജീവിതത്തിലും അതാ സംഭവിച്ചത് കേട്ടോ. ജീവിതാനുഭവത്തിൽ അങ്ങനെ ഒത്തിരി സാമ്യമുണ്ട്. അതെ, ഞാൻ 2016 മുതൽ ഇന്നും പരസ്യയോഗങ്ങൾ നടത്തുകയും പരസ്യയോഗം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എല്ലാ സഭകളിലെയും, ചർച്ച് ഓഫ് ഗോഡ്, IPC, അങ്ങനെ എല്ലാ സഭകളിലെയും ദൈവദാസന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർ ഡിനോമിനേഷണൽ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് 2016 മുതൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മൂന്നാർ, വയനാട് ജില്ലയിലെ തോട്ടം തൊഴിലാളികളുടെ ഇടകളിൽ അവിടെയൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കാനും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ പോയി പരസ്യയോഗം പ്രസംഗിക്കാനും ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഞാൻ ഇന്നും അത് ചെയ്യുന്ന ഒരാളാണ്. മാസത്തിൽ 1-2 തവണ, നേരത്തെ ആഴ്ചകളിലായിരുന്നു, ഇപ്പൊ മാസത്തിൽ 2-3 തവണ അത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ പരസ്യയോഗവും ഇതിലെ ഒരു ശുശ്രൂഷകളും തമ്മിൽ ഞാൻ കണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പരസ്യയോഗങ്ങളിൽ റിസൾട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ഞാനത് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ
കുറച്ചുകൂടെ ഹൃദ്യമായിട്ട് ആളുകളോട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതാണ് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം ഈ അക്രൈസ്തവരായ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പം അവര് സംസാരിക്കാറുണ്ട്, ഈ ദൈവവചനം അവർ കേൾക്കാറുണ്ട്. അപ്പം ഈ വിളിക്കുന്നവരും നമ്മളും തമ്മിൽ ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ആരംഭകാലങ്ങളിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നെ വിളിച്ചിട്ട് പാസ്റ്റർ റെൻസൺ അല്ലേ, ഞാൻ പറയാതെ ഫാമിലിയൊക്കെ എന്തോ പറയുന്നു, അപ്പൊ ഇത് ആരെ ഈ ചോദിക്കുന്നേ, കുഞ്ഞുങ്ങളൊക്കെ എന്തോ പറയുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുക. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ആളുകളുമായിട്ട്. അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റും. ഇതിലൂടെ നമ്മള് ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ സത്യസന്ധമായി ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് പകരാനായിട്ട് പറ്റിയാൽ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നൊരു കാര്യം ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വളരെ വളരെ വാസ്തവം, വളരെ വാസ്തവമാണ്. പ്രത്യേകിച്ച് നമ്മൾ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ, അവരുടെ വീട്ടിൽ ചെല്ലുന്ന പോലല്ലേ? തീർച്ചയായിട്ടും. അതെ, എന്നോട് ചില അമ്മച്ചിമാർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ കുറച്ചു മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോയെന്ന്. അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുക, നമ്മൾ അവരുടെ വീട്ടിലെത്തിയതുപോലെ ഫീൽ ചെയ്യുക. പാസ്റ്ററെ, ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് പാസ്റ്ററെ. നമുക്ക് ഹിന്ദി ചാനലുണ്ട്, ഹിന്ദി ചാനൽ കണ്ടിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലെ എനിക്ക് മെസ്സേജസ് വരും, കോള് വരും. അപ്പോൾ പാകിസ്ഥാനിൽ +92 നമ്പർ വരുമ്പോൾ നമുക്ക് ചെറിയൊരു അങ്കലാപ്പാണ്, പാകിസ്ഥാനിൽ നിന്നാണല്ലോ. എൻ്റെ പാസ്റ്ററെ വാട്സപ്പിൽ വന്ന കഴിഞ്ഞ വീക്കിൽ വന്നൊരു മെസ്സേജ് എന്നോട് ഈ പറഞ്ഞതുപോലെ ചോദിക്കുക, പാസ്റ്ററെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിരിക്കുന്നു. എത്ര ഹൃദ്യമായ അനുഭവം, ഒരു പാകിസ്ഥാനിൽ നിന്ന് വളരെ ഹൃദ്യമായൊരു അനുഭവം. പാസ്റ്ററെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നൊരു അനുഭവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെ, വിട്ടുപോയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ജീവിതാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇനിയും പറയാൻ ഉണ്ടെങ്കിൽ അതുകൂടെ പാസ്റ്റർക്ക് ആഡ് ചെയ്യാം. വിട്ടുപോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്യാം കേട്ടോ പാസ്റ്ററെ. ഓക്കെ പാസ്റ്ററെ, വിട്ടുപോയ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തിന്റെ കരുതലും എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അതായത് ഞാൻ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പം ഞങ്ങളുടെ ജീവിതവും വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് മദ്യപാനം, മാതാവില്ലാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ വിദ്യാഭ്യാസമായിട്ട് നല്ലൊരു നിലയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. അന്ന് എനിക്ക് ഭയങ്കര ആശങ്കകളായിരുന്നു. എൻ്റെ ജീവിതത്തിന്റെ കാര്യം ആര് നോക്കും, കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും, കുഞ്ഞുങ്ങൾ. ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്നിട്ടതിന് ശേഷം ഒരു വിവാഹ സംബന്ധമായ കാര്യത്തിനായിട്ട് നമ്മുടെ ചർച്ചിൽ തന്നെ പറഞ്ഞപ്പോൾ അത് കേട്ട ചർച്ചിൽ ഒരു വിശ്വാസി പറഞ്ഞു, പാസ്റ്റർമാർക്കൊന്നും പെൺപിള്ളാരെ കിട്ടത്തില്ല, ഇപ്പം ഗവൺമെന്റ് ജോലിക്കാർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെയാണ് പെണ്ണിനെ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് ഭയങ്കരമായ ഒരു നിരാശ എന്റെ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്നു. കാരണം നമ്മൾ എല്ലാം കളഞ്ഞ് ലോകത്തിലെ ഏറ്റവും മേൽത്തരമായ ശ്രേഷ്ഠമായ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പം ഇങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകും. പക്ഷേ ഞാൻ എന്റെ കേൾവിക്കാരോട് സ്നേഹത്തോടെ പറയട്ടെ, ദൈവം ഒരു കാര്യത്തിനും ജീവിതത്തിൽ മുടക്കം വരുത്തിയില്ല. അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് തന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു. ആ കുഞ്ഞുങ്ങളെ ആരെ സഹായിച്ചത് കൊണ്ടൊന്നുമല്ല, നന്നായി അവരെ പഠിപ്പിക്കുവാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും ഒക്കെ ദൈവം കൃപ തന്നു. ഇതുവരെ ഒരു മനുഷ്യനോട് ഒരു 500 രൂപ കടം മേടിക്കാനോ അല്ലെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയാനോ ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സമയം വരെ അതിനൊന്നും ഇടയായി തീർന്നിട്ടില്ല. ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുട്ടിലിരിക്കും, ദൈവത്തോട് കരയും, ദൈവം നടത്തും. ശരിക്കും ആ ഒരു ദൈവത്തിന്റെ വിശ്വസ്തത ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേകമായൊരു ജീവിതാനുഭവമാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരോട് ഏറ്റവും കൂടുതൽ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒത്തിരി പേര് ഭാവിയെക്കുറിച്ച് ആകുല ചിത്തരാണ്, ഉത്കണ്ഠയോടുകൂടെയാണ്. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു പശ്ചിമേഷ്യയിലെ അസമാധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് നാളെ എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് ഒത്തിരി നിരാശിതരാണ്. പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തത ഈ നിമിഷം വരെ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അത് കൊറോണ സമയത്തൊക്കെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞ ഭയങ്കര അനുഭവമാണ്. എന്നെ അറിയാത്ത ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. അപ്പം ഈ ദൈവത്തിന്റെ കരുതൽ എൻ്റെ ജീവിതത്തിന്റെ മേഖലകളിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. രണ്ടാമത്തേതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും ഈ പരിശുദ്ധാത്മ നിറവിൻ ജീവിതം എന്ന് പറയുന്ന ആ ഒരു കാര്യം, അത് ഈ നാളുകളിൽ
ഏറ്റവും നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനത് അനുഭവിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ പറയാം. എൻ്റെ മനസ്സിൻ്റെ അകത്ത് പാസ്റ്ററെ, നമ്മൾ ഇത്രയും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളായതുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കര നെഗറ്റീവായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. നമ്മുടെ ജീവിതമായിരിക്കാം അങ്ങനെ ആക്കിയത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പുറത്തുള്ളവർക്കൊന്നും ആരും അവരെ അറിയത്തില്ല, അവരെല്ലാം ചിരിച്ച് കളിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ അകത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത്. ശരിക്കും ഈ അകത്തെ പ്രശ്നം മാറിയത് ഞാൻ ആ പരിശുദ്ധാത്മ നിറവിൻ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. അതായത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പൊ ഈ ദൈവരാജ്യം തരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുണ്ട്. അതാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. പിന്നെ എൻ്റെ ഉള്ളിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്, അപ്പൻ ഇത്. അപ്പം ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി. അപ്പം ഇതെല്ലാം, ഈ മുറിവുകളെ എല്ലാം കെട്ടിയത് ശരിക്കും കർത്താവാണ്. അത് ഈ 2016 ശേഷമാണ് പാസ്റ്റർ ഏറ്റവും കൂടുതൽ ഞാനത് അനുഭവിക്കുന്നത്, ആ മുറിവുകളെല്ലാം പോയത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ബാല്യകാലങ്ങളിൽ ഞാൻ രാത്രിയിൽ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കുമായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് പല സമയങ്ങളിലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ കൊച്ചിലത്തെ നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ഈ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പരിശുദ്ധാത്മാവ് ഈ മേഖലകളിലെല്ലാം എനിക്ക് സൗഖ്യം തന്നു. അപ്പം ശാരീരികവും മാനസികവും ശുശ്രൂഷകളിൽ എല്ലാം ഭയങ്കരമായ ഒരു വ്യത്യാസം ഈ ഒരു 2018 ശേഷം ജീവിതത്തിനകത്തുണ്ടായി. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നത് ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു അനുഭവത്തെ കുറിച്ചാണ്. അടുത്തത്, ഞങ്ങൾ മരണകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കാര്യം ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും ഈ ഒരു സമയത്തൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കരമായ ഒരു പൈശാചിക അറ്റാക്കിലൂടെ ഞങ്ങൾ കടന്നുപോയ 2-3 മാസങ്ങൾ. അതായത് ആന്ധ്രയില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ 2022 ലാസ്റ്റ് ആ സമയത്ത് പോയി. ഡിസംബർ മാസത്തിലായിരുന്നു. ഒത്തിരി പേര് അവിടുത്തെ മീറ്റിങ്ങുകളിൽ രക്ഷിക്കപ്പെട്ടു. ഞാൻ എൻ്റെ സാക്ഷി അവിടെ പറഞ്ഞു. ഒരുപാട് ആളുകൾ ആ മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെട്ടു. ഈ രക്ഷിക്കപ്പെട്ടതിന്റെ അന്ന് രാത്രിയിൽ എൻ്റെ വൈഫ് ഒരു സ്വപ്നം കണ്ടു. ആകാശത്തോളം ഉയരമുള്ള ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ഞങ്ങളെ കടന്നാക്രമിക്കാനായിട്ട് ഞങ്ങളുടെ മുറിയിൽ വന്ന് കയറുകയാണ്. സത്യത്തിൽ അത് ആരാണെന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ഗോലിയാത്ത്, ഉയരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ അതൊരു പൈശാചികമായ ശക്തിയായി. ഞങ്ങൾ അവിടുന്ന് വന്നു, തിരിച്ചു വന്നു. ജനുവരി മാസം, ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ജനുവരി മാസം 10-ാം തീയതി ഞങ്ങൾക്കൊരു മേജർ ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ ഞാൻ, എൻ്റെ വൈഫ്, കുഞ്ഞുങ്ങൾ ഗുരുതരമായി, എൻ്റെ കാലിനൊക്കെ ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയിലേക്ക് ആ കാര്യങ്ങളൊക്കെ പോയി. എൻ്റെ വൈഫ് തെറിച്ചു വീണു, എൻ്റെ കുഞ്ഞുങ്ങൾ തെറിച്ചു വീണു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പൈശാചികമായ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് അതീവ ഭയങ്കരമാണ്. അപ്പൊ പല സമയത്ത് നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ദൈവം പലതവണ ആവർത്തിച്ച് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഞങ്ങളോട് സംസാരിച്ചു. എൻ്റെ ചർച്ചിലുള്ള പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഞാൻ മരിച്ചു കിടക്കുന്ന സ്വപ്നം കണ്ടു. ഞാൻ മരിച്ചിങ്ങനെ പെട്ടി കിടക്കുകയാണ്. എന്നെ കാണാനായിട്ട് ആൾക്കാർ വരുന്നു. ഇതെല്ലാം കണ്ടു. പക്ഷെ നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് എടുത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദൈവം നമ്മളെ കാണിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. നമ്മളിതിനെ ഒരിക്കലും ഈ ലൈറ്റായിട്ട് എടുക്കരുത്. ഈ പല സമയത്തും ദൈവം നടത്തിക്കോളും എന്ന് പറയും. അത് നമ്മുടെ ഈ ഉദാസീനത കൊണ്ടാണ് ഈ പറയുന്നത് ദൈവം നടത്തിക്കോളും എന്ന്. അതായത് നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് ഇരിക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ട്. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആക്സിഡന്റ് ഉണ്ടാകുന്നു. ദൈവകൃപയാ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വരുന്നു. എൻ്റെ ഇളയ കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഇരിപ്പിൽ അഡ്മിറ്റ് ആവുന്നു. അതായത് കുഞ്ഞ് രാത്രിയിൽ കണ്ടു, ഒരു മനുഷ്യൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുന്നു. അങ്ങനെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. എൻ്റെ മമ്മിയുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. മമ്മിയുടെ സോഡിയം താണുപോകുന്നു. വല്ലാത്തൊരവസ്ഥയിലാകുന്നു. അങ്ങനെ ഒരു 3-4 മാസങ്ങൾ കഠിനമായ വേദനയിലൂടെ കടന്നുപോയി. അന്ന് ഞാൻ സത്യത്തിൽ പറയാൻ പാടില്ല, ഞാൻ ദൈവത്തോടൊന്ന് പിണങ്ങി. ദൈവത്തോട് പിണങ്ങി എന്ന് പറഞ്ഞാൽ, ദൈവമേ എന്തിനാണ് എന്നോട് ഇതൊക്കെ ചെയ്തത് എന്ന് ഞാൻ ചോദിച്ചു.
പക്ഷേ അന്ന് ഞാൻ ഹൃദ്യമായ ഒരു ദൈവശബ്ദം കേട്ടു, നിന്റെ കുടുംബത്തെ ഞാൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ, നീ ഇനിയും എന്റെ സാക്ഷിയാകണം എന്നുള്ളത്. അപ്പൊ ശരിക്കും നമ്മൾ ഈ നിരന്തരമായി കേൾക്കുന്ന ഒരു ദൈവശബ്ദം, ഈ ഒരു ദൈവശബ്ദമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയും ശുശ്രൂഷകളെയും എല്ലാം വിജയകരമായിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സമയത്തും നമ്മുടെ എനിക്ക് തോന്നുന്നത് വിശ്വാസ ജീവിതം വെറും ഉപരിവിപ്ലവമായി പുറമേയുള്ള എന്തൊക്കെയോ കുറച്ച് നാട്യങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ചടങ്ങുകളായി ഈ കാര്യങ്ങളൊക്കെ മാറ്റപ്പെടുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം ഈ നാളുകളിൽ അനിവാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ശരിക്കും അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ആ നാളുകളിൽ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെയാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ എത്രത്തോളം ജാഗ്രതയോടെ ജീവിക്കണം എന്നുള്ളത്. ഇന്ന് ഞാൻ ശരിക്കും വളരെ അലേർട്ടായിട്ട് പോകുന്ന ഒരാളാണ്. കാരണം നമ്മൾ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചതുകൊണ്ട് ഇനിയും ഒരു ഗുരുതരമായ പ്രത്യാക്രമണം ഉണ്ടാകാൻ പാടില്ലാത്തത് കൊണ്ട് പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലുമൊക്കെ കുറച്ചുകൂടെ ജാഗരൂകരാകാനും ഉണർന്നിരുന്ന ശുശ്രൂഷ ചെയ്യാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. അതിന്റെ റിസൾട്ടുകൾ കാണുന്നു. ഒത്തിരി പേരെ കർത്താവിന് വേണ്ടി നേടാൻ ദൈവം സഹായിച്ചു, സ്നാനപ്പെടുത്താൻ ദൈവം കൃപ തന്നു, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ശക്തമായ നിലയിൽ ശുശ്രൂഷകൾ നടത്തി ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് പാസ്റ്ററെ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം പാസ്റ്ററെ. ഈ ആത്മയുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വളരെ റിയലാ പാസ്റ്ററെ. അത് പലർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ പ്രേക്ഷകരോട് പറയുക, പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് പറയുക, പാസ്റ്റർ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞാൽ, ഒന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുക വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. 94 മുതൽ ഞാൻ ശുശ്രൂഷയിൽ, ഇന്നേക്കൊരു 32 വർഷമായി ശുശ്രൂഷയിൽ. പക്ഷേ 2003 ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹിതമറിഞ്ഞ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചത്. 2003 ശേഷം. അതിനു മുമ്പ് ഞാൻ പാസ്റ്ററാണ്, അതിനു മുമ്പും പ്രവചിക്കുന്നുണ്ട്, വെളിപ്പാടുണ്ട്, ശുശ്രൂഷയുണ്ട്. പക്ഷേ 2003 ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. അന്യഭാഷ പറയാനുള്ളതല്ല പരിശുദ്ധാത്മാവ്. അന്യഭാഷ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരിക്കും എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് സെൻസ് ചെയ്ത് ശുശ്രൂഷ ചെയ്തെങ്കിൽ മാത്രമേ ശുശ്രൂഷയിൽ അനുഗ്രഹം വരത്തുള്ളൂ. നമ്മൾ കുറേ ശുശ്രൂഷിക്കുന്നു എന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഇവിടെ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കണം, അങ്ങനല്ല. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ഓരോ ദിവസവും തിരിച്ചറിയണം. പാസ്റ്റർ പറഞ്ഞതുപോലെ എന്ത് വചനം ഇന്ന് പ്രസംഗിക്കണം, നമ്മൾ പ്രിപ്പയർ ചെയ്യരുത്. പരിശുദ്ധാത്മാവിനത് നമ്മളോട് സംസാരിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കണം. നമ്മൾ ഏത് വഴിക്ക് പോകണം, എന്ത് ചെയ്യണം, എന്ത് പറയണം, ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കപ്പെടണം. അതാണ് ഈ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവർക്ക് തോന്നിയതുപോലെയല്ല, പരിശുദ്ധാത്മാവിന് തോന്നിയതുപോലെ അവർ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ അവർ ജീവിക്കുമ്പോൾ, അവിടെയാണ് ഈ ഓരോ ദിവസവും വരുന്ന സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാ ദൈവദാസന്മാർക്കും സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്. പക്ഷെ പലരും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം ആത്മാവിനോട് അടുത്ത് ജീവിക്കാത്തത് കൊണ്ട്, സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അടുപ്പത്തോടു കൂടി ജീവിക്കുന്നവർക്ക് മുന്നറിയിപ്പുകൾ കിട്ടുന്നു. പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനും അതിജീവിക്കാനുള്ള മുന്നറിയിപ്പുകൾ കിട്ടുന്നു. എല്ലാ അഭിഷക്തന്മാരും അലേർട്ടഡ് ആയിരിക്കണം. പാസ്റ്റർ ഉപയോഗിച്ച പദം അലേർട്ട് എന്നുള്ള പദമാണ്. നമ്മൾ അലേർട്ടഡ് ആയിരിക്കണം ഓരോ ചോടും. പാസ്റ്റർ, ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ പലപ്പോഴും അലേർട്ടാകും. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അന്യഭാഷ പറയാൻ തുടങ്ങും. കാരണം ആ വഴിയിൽ എന്തോ ഒരു ചതി, എന്തോ ഒന്ന് ശത്രു ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആത്മമണ്ഡലത്തിൽ സെൻസ് ചെയ്യാൻ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അലേർട്ടഡ് ആയിട്ട് പോകുന്ന പോക്കിൽ ഈ വഴിയെ പോകണമോ അതോ വഴി മാറ്റി വിടണോ എന്ന് ആത്മാവ് പറയുകയാണെങ്കിൽ അത് കേൾക്കത്തക്കവണ്ണം നമ്മൾ സെൻസിറ്റീവ് ആകണം. ചില സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, വേഗം കുറച്ചോടിക്കുക. ഞാൻ ഞങ്ങളുടെ ഫാമിലി ടീമിൽ പറഞ്ഞിട്ടുള്ളൊരു അനുഭവമാണ്. ഞാനും വൈഫും എൻ്റെ മോന് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ, അന്ന് എനിക്ക് ബൈക്കാണ് ഉള്ളത്, ഒരു ഫോറസ്റ്റ് ചാമ്പ്യൻ. ആ ബൈക്ക് ഞാൻ ഓടിച്ചു പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ്, എൻ്റെ ബൈക്കിൻ്റെ ഈ ഹാൻഡിൽ ഇങ്ങനെ വെട്ടുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഫ്രണ്ടിലെ വീലിലെ കാറ്റ് പോയതാണെന്ന് തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് ബൈക്ക് സൈഡിൽ മാറ്റി നിർത്തി. അടുത്ത സെക്കൻഡിൽ പാസ്റ്ററെ മുന്നിൽ ആക്സിഡൻറ്റ് നടന്നു. അടുത്ത സെക്കൻഡിൽ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്, മുന്നിൽ ആക്സിഡൻറ്റ് നടക്കുന്നു. ആ ഒരു പ്രായമുള്ള ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു. ആ ആളിനെ ഒരു ബൈക്കുകാരൻ ഇടിച്ച് താഴെ കളയുന്നു. പുറകെ വന്ന് 2 ബൈക്കുകാർ ഈ ബൈക്കെ തട്ടി മണ്ടയ്ക്ക് വീഴുന്നു. 3 ബൈക്ക് ഒന്നിച്ച് വീണ് കിടക്കുന്നു. അതിൽ 4-മതായിട്ട് ഞാനും വീണ് കിടക്കേണ്ടതാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ കാറ്റൊന്നും പോയിട്ടില്ല.
പിന്നെ എങ്ങനെ ഹാൻഡിൽ വെട്ടിയത്? ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ഹാൻഡിലെ പിടിച്ചതാ, പോകരുത്. അങ്ങനെ സെൻസിറ്റീവായിട്ട് അലേർട്ടായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പാസ്റ്റർ, ഒരാഴ്ചക്ക് മുമ്പ് ഇതേ സമാനമായ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് പാപത്തെക്കുറിച്ചാണ്. പാപത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മൾ ഭയങ്കരമായ പൈശാചികമായ പ്രത്യാക്രമണങ്ങളെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. എൻ്റെ മകന് ഒരാഴ്ച കൊണ്ട് കാണുകയാണ് ഞങ്ങൾക്കൊരു ഗുരുതരമായ അപകടം ഉണ്ടാകുന്നത്. ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ ഒരു KSRTC സൂപ്പർ ഫാസ്റ്റിന്റെ കീഴിൽ കയറി. ഞങ്ങൾ 4 പേരും ചതഞ്ഞരഞ്ഞു പോകേണ്ടതാണ്. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ കുറെ നേരം കൊണ്ട് ഈ KSRTC ശ്രമിച്ചിട്ട് പറ്റാഞ്ഞിട്ട് ഇദ്ദേഹം ഓവർടേക്ക് ചെയ്ത് കയറി വന്നു. നേരെ ഫേസ് ടു ഫേസ് ആണ്. എൻ്റെ വണ്ടി റോഡിൽ നിന്ന് കട്ടിങ് വിട്ട് വെളിയിൽ ഇറങ്ങിപ്പോയി. കണ്ടു നിന്നവരെല്ലാം തലയെ കൈവച്ചു. ശരിക്കും ഞങ്ങൾ മരണത്തെ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ മകനെ ദൈവം സ്വപ്നത്തിൽ കാണിച്ചു ഇങ്ങനെ ഒരു ആപത്ത് വരുന്നെന്നുള്ളത്. ശരിക്കും ഇതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഈ ദൈവദാസനെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളും അത്രയധികം ഒരു സ്പിരിച്വൽ വാർഫെയറിനെ അനുഭവിക്കാറുണ്ട്. പക്ഷെ ഒരു വളരെ സൂക്ഷ്മതയോടും വളരെ വിശുദ്ധിയിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നിർമ്മലതയോടും ദൈവസന്നിധിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം പരിപാലിക്കുന്നു. ദൈവശബ്ദം കേട്ട് പോകുന്നു. അപ്പൊ ഈ ദൈവശബ്ദം കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ അപ്പോസ്തല പ്രവർത്തികളിലെ അപ്പോസ്തലനായ പൗലോസിന്റെ 3 മിഷനറി യാത്രകൾ നമുക്കറിയാമല്ലോ. ശരിക്കും ഈ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഇത്രയും ശക്തമായ യാത്രകൾ, ഈ മിഷനറി യാത്രകൾ നടന്നിട്ടുണ്ടോ നമുക്കറിയില്ല. ഇങ്ങനെ 3 യാത്രകൾ പൗലോസ്, 1-ാം മിഷനറി യാത്ര, 2, 3 യാത്രകൾ അപ്പോസ്തല പ്രവൃത്തി 13-ലാണ്. അപ്പം അത് ശരിക്കും കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഈ മിഷനറി യാത്ര എന്ന് പറയുന്നത്. അതായത് എണ്ണത്തിൽ ഒരുപാട് പേരില്ല, 5 പേര് മാത്രമാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. 13-ാം അധ്യായത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവാണ് പറയുന്നത്, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് ശൗലിനെയും ബർണബാസിനെയും വേർതിരിക്കുക. അപ്പൊ എനിക്കൊരു ന്യായമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംശയം നമുക്കുണ്ടാകും, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അവരെല്ലാം ശുശ്രൂഷ ചെയ്തവരല്ലേ? അപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്ന വേലയിലേക്ക് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അവർ വേർതിരിക്കപ്പെട്ടല്ലേ ചെയ്തത്? അപ്പം ശരിക്കും നമ്മളൊരു റിയാലിറ്റി മനസ്സിലാക്കുക. ദൈവത്തിന്റെ ആത്മാവിന് ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് നമ്മിലൂടെ വ്യക്തമായി ചെയ്തെടുക്കാനുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുക. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എംഫസൈസ് ചെയ്യാനായിട്ട് ഉള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും അതിൻ്റെ ഒരു അനുഭവം ജീവിതത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. വളരെ വാസ്തവമാണ്. വളരെ സീരിയസ് ആയിട്ട് ശുശ്രൂഷയുടെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. ഓരോ നിമിഷം അലേർട്ടഡ് ആയിരിക്കണം. നമ്മൾ സ്വല്പം ഒന്ന് വിശ്രമിക്കാൻ പോയാൽ, ഒന്ന് ഉഴപ്പാൻ പോയാൽ പിശാച് ഉഴപ്പത്തില്ല. ആത്മിക ശുശ്രൂഷ എത്ര ഗൗരവമുള്ളതാണെന്നോർത്ത് ജീവിക്കണം. പാസ്റ്റർ അനുഭവങ്ങളെല്ലാം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലായെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്റർക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിലും ദൈവകൃപയിലും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ഒക്കെ ജീവിപ്പാൻ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒക്കെ കർത്താവ് കൃപ കൊടുക്കണമേ. പ്രത്യേകാല ഫിന്നി പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്കുമൊക്കെ ഇത് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനിടയാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച
റിയാറൻസിൻ്റെ പാസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒരു പ്രാവശ്യയുടെ നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി പറയുക. ഇനി ധാരാളമായി ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.